ഹായ്, ഐ എം പ്രമോദ് ഫ്രം യൂക്ക അഗ്രോടെക്. കർഷകർ പലപ്പോഴും കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രധാന കാരണം കൃഷിയിൽ നിന്നും പലപ്പോഴും അവർക്ക് ലാഭം കിട്ടുന്നില്ല എന്നതാണ്. വലിയ നഷ്ടത്തിലാണ് അവസാനിക്കുന്നത്. വലിയ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് അവർ വീണുപോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിന്റെ പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ഗുണമേന്മയുള്ള വളങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. വളങ്ങൾ എന്ന പേരിൽ പലപ്പോഴും കിട്ടുന്നത് ഗുണമേന്മയില്ലാത്ത മറ്റെന്തൊക്കെയോ ആണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അതാണ് യൂക്ക എന്ന കമ്പനിയിലൂടെ യൂക്കയുടെ പ്രൊഡക്റ്റിലൂടെ നമ്മൾ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നത്. 100% ഓർഗാനിക്കായ പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിലേക്ക് തരുന്നത്. ഞാൻ ഷമീർ കെ വി, മാനേജിംഗ് ഡയറക്ടർ യൂക്ക അഗ്രോടെക്. ഞങ്ങളുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടവണ്ണപ്പാറ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു അവർക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങളുടെ കമ്പനി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാർക്കറ്റിൽ വളരെ ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കർഷകർ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കർഷകർ നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക, ഇതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കർഷകർ ലാഭത്തിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂക്ക ടീംസ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി വിശദീകരിച്ച് ഒരു പഠനം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂക്ക കമ്പനിയുടെ ഉദ്ദേശം. ഏറ്റവും കൂടുതലായിട്ട് കർഷകർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർക്ക് ഗുണനിലവാരമുള്ള വളങ്ങളും വിത്തുകളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം കൃഷിയെക്കുറിച്ചുള്ള ഒരു വ്യക്തതയില്ല എന്നുള്ളത്. കേരളത്തിലെ മണ്ണിൻ്റെ pH ലെവൽ താരതമ്യേന കുറച്ച് കുറവാണ്. അത് 6.5 to 7.5 എന്നുള്ളതാണ് അതിൻ്റെ നോർമൽ പൊസിഷൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിൽ തന്നെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമികളുള്ള കർഷകരെ, തോട്ടം കർഷകരൊക്കെ ഞങ്ങൾ പോയി സമീപിച്ചപ്പോൾ അവരൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ pH ലെവൽ ചെയ്യാൻ വേണ്ടിയായിട്ട് ഡോളോമേറ്റ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. ഗുണനിലവാരമില്ലാത്ത ഒരു പ്രൊഡക്റ്റായിട്ട് ഇവർ ഇത് ഒരുപാട് ടണ്ണ് കണക്കിന് വാങ്ങി അവരുടെ കൃഷിയിടങ്ങളിൽ ഇടുന്നു. പക്ഷേ കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ആ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൽ അതിൻ്റെ മഗ്നീഷ്യം കണ്ടൻറ്റോ അതല്ലെങ്കിൽ മറ്റ് കണ്ടൻറ്റുകളൊന്നും കൃത്യതയില്ലാത്തതുകൊണ്ടാണ്. മാർക്കറ്റിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പിറകിൽ പോയി അവർക്ക് അത്രയും കാലത്തെ അധ്വാനം നഷ്ടപ്പെടുകയാണ്. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് കർഷകർ വാങ്ങിച്ചാലും ഈ യൂക്ക ടീംസിന് കൃഷി ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കരുത്. അത് ഏത് കമ്പനിയുടേതാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യും. യൂക്ക ഡോളോമേറ്റ് എന്ന് പറയുന്ന നല്ല ഫസ്റ്റ് ക്വാളിറ്റി മഗ്നീഷ്യം കണ്ടന്റ് 8.5 മേലോട്ട് വരുന്ന 8.5 നിന്ന് മേലോട്ട് വരുന്ന 12.5 വരെയുള്ള മഗ്നീഷ്യമുള്ള നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഏറ്റവും ഗുണനിലവാരമുള്ള നല്ല ജൈവ വളങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ കൃഷിയിൽ നല്ല ഉണർവുണ്ടാവും, നല്ല മാറ്റങ്ങളുണ്ടാവും. ഞങ്ങളത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട് സമൂഹത്തിന്. പിന്നെ ഞങ്ങൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവിടെയൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുമായിട്ട് ഒന്ന് സംസാരിക്കുകയും അപ്പോഴൊക്കെ അവർ ഒരു കൃത്യമായ രൂപത്തിലാണ് അവർ വളവും ഇടുന്നത്. അത് കേരളത്തിലെ കർഷകന് നഷ്ടത്തിലേക്കാവുന്ന വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് വളം ഒരു ക്രോപ്പിന് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. കുറച്ച് വളം മതി, ആവശ്യമുള്ളത് മതി. ഒരുപാട് വളം എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലിപ്പോൾ നാളികേര തെങ്ങിനാണെങ്കിൽ പിന്നെ 4-5 ചാക്ക് പിന്നെ ചാണകം അല്ലെങ്കിൽ എല്ലുപൊടി അല്ലെങ്കിൽ മറ്റ് വളങ്ങൾ രാസവളമാണെങ്കിൽ അത് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഗുണമില്ല. ആവശ്യമുള്ളത് മാത്രമേ ചെടികൾക്ക്, മരങ്ങൾക്ക് അല്ലെങ്കിൽ ക്രോപ്സിന് ആവശ്യം ഉണ്ടാവും. രണ്ടാമത്തത് രാസവളവും ജൈവവളവും മിക്സ് ആക്കിയിടുന്നൊരു പ്രവണതയും കാണുന്നുണ്ട്. അതും വലിയ ഗുണമില്ലാത്തൊരു കാര്യമാണ്. രാസവളം ഇടുന്നത് അത് സെപ്പറേറ്റ് ആക്കി ഇട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമേ നിങ്ങൾ ജൈവവളം ഉപയോഗിക്കാവൂ എന്നുള്ളതും ഉണ്ട്. ഇതൊക്കെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ, കൃഷി ഓഫീസർമാരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെ കൊണ്ടാവുന്ന രൂപത്തിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. നല്ല പിന്നെ കേരളത്തിലൊക്കെ ഉള്ള ഈ കൃഷിഭവനുകളിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സമയമൊന്നും നോക്കാതെ അധ്വാനിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും കർഷകന് ഒരു കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ല. കൃഷി ഓഫീസർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല. പരമ്പരാഗതമായ പിന്നെ ആ ഒരു കൃഷിയുടെ ആ ഒരു ശീലമാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു റിസൾട്ട് കേരളത്തിലെ കർഷകർക്ക് കിട്ടാത്തത്. കേരളത്തിലെ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രയാസത്തിനും അതേപോലെ തന്നെ കയർ മേഖലയിലുള്ള ഒരു പ്രതിസന്ധിക്കും പരിഹാരമായിട്ടാണ് യൂക്ക അഗ്രോടെക് എന്ന കമ്പനി ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ കർഷകർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ന്യൂജൻ ആളുകളൊന്നും കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മുതൽ മുടക്കിനനുസരിച്ചുള്ള ഇൻകം കിട്ടുന്നില്ല. കൃഷി നഷ്ടത്തിലാണ്. വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് കേരളത്തിലെ പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് എത്തിക്കാത്തത്. യൂക്ക അഗ്രോടെക് അത്തരം പ്രയാസങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ട്, ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ വ്യക്തമായി മാർക്ക് ചെയ്യുകയും
അതിന് വളരെ വ്യക്തമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയുമാണ് UK ചെയ്യുന്നത്. ഇത് ഞാൻ വിവരിക്കാം. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൃഷിയുടെ അളവ് കുറവാണ്. കേരളത്തിലുള്ള കർഷകർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, കേരളത്തിൽ കൃഷി നഷ്ടമാണ്, നടക്കില്ല, കാലാവസ്ഥ വ്യതിയാനം എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ശരിയാണ്. എങ്കിൽ പോലും കേരളത്തിലെ കർഷകൻ നഷ്ടത്തിലായതിനെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി UK ടീംസ് വളരെ വ്യക്തമായി പഠനം നടത്തി. കേരളത്തിലുള്ളതിലേക്കാട്ടിലും ഉൽപ്പന്നങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ വില കുറവാണ്. കേരളത്തിലൊരു പച്ചക്കറി കൃഷി നടത്തുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലയുടെ എത്രയോ ശതമാനം കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ലാഭവും കേരളത്തിലെ കർഷകൻ നഷ്ടത്തിലുമാണ്. അത് കേരളത്തിലെ കർഷകന് കൃത്യമായ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള വളം ലഭിക്കുന്നില്ല എന്നുള്ളതും, അതേപോലെ കേരളത്തിലെ കർഷകന് കൃഷി രീതിയിൽ പരമ്പരാഗത രീതിയിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതുമാണ് കേരളത്തിലെ കർഷകന് ഈ നഷ്ടത്തിലാവുന്നു എന്ന് പറയാനുള്ള മുഖ്യ കാരണം. അതിന് UK അഗ്രോടെക് ഞങ്ങൾ നല്ല ഗുണനിലവാരമുള്ള നല്ല ഹൈ ക്വാളിറ്റി വളങ്ങൾ ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കൃഷിക്കാരൻ അവൻ്റെ മണ്ണിൻ്റെ PH ലെവൽ ചെക്ക് ചെയ്യാതെയും അത് അറിയാതെയുമാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ PH ലെവൽ 6.5 to 7.5 ഉള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട PH ഒരു വാങ്ങിയിടുന്നത് കേരളത്തിൽ വർഷങ്ങളായി പരമ്പരാഗതമായി PH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ. അപ്പം നമ്മളൊക്കെ നാട്ടിൽ നീറ്റുകക്കായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, പണ്ട് മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നീറ്റുകക്കായിരുന്നു. ഇപ്പം നല്ല ഡോളോമൈറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്തെന്നായാലും ഗുണനിലവാരമില്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങിയിടുന്നത് കൊണ്ട് ആ പ്രോസസ്സ് നടക്കാതാവുകയും പിന്നീട് അതിൽ കൃഷി ചെയ്യുകയും പിന്നീട് അതിൽ വളം ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ല. UK എന്ന കമ്പനി ഞങ്ങൾ വളരെ ക്വാളിറ്റിയുള്ള മഗ്നീഷ്യം കണ്ടൻറ്റ് 8.5 എബോവ് ഉള്ള നല്ല ഡോളോമൈറ്റാണ് ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ഒരു കൃഷിക്കാരനെ ഞങ്ങൾ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി പറയുന്നത്, നിങ്ങൾ ഈ ഡോളോമൈറ്റ് ഇട്ടിട്ട് നിങ്ങളെ മണ്ണിൽ PH ലെവൽ കൃത്യമാക്കുകയും അതിൻ്റെ ശേഷം അതിൽ നിങ്ങൾ വിത്തെറിയുകയും അതിൻ്റെ ശേഷം നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റായ UKയുടെ തന്നെ നല്ല ഒരുപാട് വളങ്ങളുണ്ട്. UK സൂപ്പർ മീൽ, UK മൾട്ടി മീൽ, UK നല്ല ഹൈ ക്വാളിറ്റി ബോൺ മീൽ, അതേപോലെ UKയുടെ നീം കേക്ക്, അങ്ങനെ ഒരുപാട് മിക്സിങ്ങുകൾ ഞങ്ങൾ പിന്നെ നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൗഡങ്ക് കളക്ട് ചെയ്ത് UK കമ്പനിയിൽ വെച്ച് തന്നെ അത് പൗഡറാക്കി അത് പാക്കാക്കി കർഷകർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. എല്ലാ മിക്സിങ്ങുകളും അതേപോലെ 3 മിക്സ് എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ചാണകവും കോഴിക്കാട്ടവും ആട്ടും കാഷ്ടവും ഒക്കെ അതിൻ്റെ അനുപാതത്തിൽ മിക്സാക്കി പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി കർഷകർക്കും മറ്റു പച്ചക്കറി കർഷകർക്കുമൊക്കെ വളരെ ഗുണനിലവാരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഏത് കമ്പനിയുടെ വളം വാങ്ങിക്കണം എന്നുള്ളതിലുപരി കർഷകരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല ഗുണനിലവാരമുള്ള വളങ്ങൾ വാങ്ങി നിങ്ങളുടെ പിന്നെ പച്ചക്കറികൾക്കും ചെടികൾക്കുമൊക്കെ ഇട്ടാൽ നിങ്ങൾ കൃത്യമായ രൂപത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കേരളത്തിലെ ഒരു പരമ്പരാഗത വ്യവസായമാണ് കയർ മേഖല. ഈ കയർ മേഖലയിലുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നല്ല ക്വാളിറ്റിയുള്ള കയർ ഫൈബർ ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ അവർ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, കയർ മേഖലയിൽ സ്വയം പര്യാപ്തത കേരളം കൈവരിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഈ മേഖലയെ ഒന്ന് പിടിച്ചു നിർത്താൻ. അതിന് ഞങ്ങൾ UK ഒരു നല്ല ഫൈബർ കേരളത്തിലുള്ള ഈ മലബാർ ഭാഗത്തുള്ള ആളുകളിൽ നിന്നും അസ്ക് ശേഖരിച്ച് ഞങ്ങൾ നല്ല ഗുണനിലവാരമുള്ള ഫൈബർ ഉൽപ്പാദിപ്പിച്ച് അത് ആലപ്പുഴ ജില്ലയിലും മറ്റ് തെക്കൻ ജില്ലകളിലുമുള്ള സൊസൈറ്റികൾക്ക് നേരിട്ടും കയർ ഫെഡ് മുഖാന്തരം ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന കൊക്കോപിറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ബ്രിക്കാക്കി അത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ പ്രവർത്തന രീതി ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് ചകിരി കളക്ട് ചെയ്യുന്നു, അത് ഞങ്ങൾ കമ്പനിയിൽ എത്തിക്കുകയും അത് ക്രഷർ യൂണിറ്റ് മെഷീനിലിട്ട് അത് ക്രഷ് ചെയ്യുകയും പിന്നെ അത് സ്ക്രീൻ ചെയ്ത് ചകിരി നാരും കൊക്കോപിറ്റും വേർതിരിച്ച് അത് ശുദ്ധീകരിച്ചതിന് ശേഷം കൊക്കോപിറ്റ് ഞങ്ങളത് ബ്രിക്കാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ കേരള മാർക്കറ്റിലേക്കും ഞങ്ങളത് മാർക്കറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫൈബർ ഞങ്ങൾ ബണ്ടലാക്കി ഫൈബർ യൂണിറ്റുകളിലേക്ക് സർക്കാർ സ്ഥാപനമായ കയർ ഫെഡ് അതേപോലെ സൊസൈറ്റികളിലേക്കും മറ്റും ഞങ്ങൾ ഈ കയർ ഫൈബർ സപ്ലൈ ചെയ്യും. ഞങ്ങളുടെ ജൈവവള നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
ഞങ്ങൾ കർഷകരിൽ നിന്നും കൗഡങ്ക് ഗോട്ടുമാനർ ഞങ്ങൾ കളക്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് ഞങ്ങളത് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഈ ഓർഗാനിക് മാനറുകളും അതേപോലെ മോൺ മീൽ, നീം കേക്ക് അതുപോലുള്ള മറ്റ് മൈക്രോ ന്യൂട്രിയൻസുകളൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഓർഗാനിക് മിക്സിംഗ് വളങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. യുക്ക സൂപ്പർ മീൽ, യുക്ക മൾട്ടി മീൽ എന്നീ പേരുകളിലാണ് ഞങ്ങളത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുണനിലവാരമുള്ള കൃത്യമായ അനുപാതത്തിൽ ഒരു ക്രോപ്സിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും മറ്റും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കർഷകർ ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്താൽ അവർക്ക് ഞങ്ങൾ മാർക്കറ്റിൽ പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ ഒരു വൺ ടൈം അല്ലെങ്കിൽ ഒരു ചാക്കെന്നെങ്കിലും നിങ്ങൾ ഞങ്ങളെ വളങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അങ്ങനെ ഞങ്ങൾ പറയുന്ന കർഷകർ വാങ്ങി അടുത്ത വർഷം അവർ വീണ്ടും ഇത് കൂടുതൽ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി.